ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. 10 നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മക്കൾക്ക് ഒരു ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ 2.5 കപ്പ് ബാസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. അരി അളന്നെടുത്തതിന് ശേഷം 3-4 തവണ നല്ല വൃത്തിയായിട്ട് കഴുകുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നമുക്ക് റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറാണ് കേട്ടോ ഞാനിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. നമ്മുടെ അരി സോക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാനായിട്ട് കുറച്ചധികം വെള്ളം ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇന്ന് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത് മൺചട്ടിയിലാണ്. ഈ വെള്ളത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. റൈസ് ഇതുപോലെ മൺചട്ടിയിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസിലുള്ള റൈസ് പല രീതിയിലും കുക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ 100% ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ള മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതുവരെ ഫ്രൈഡ് റൈസിലുള്ള റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്ലോപ്പായവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദാ റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തിട്ടെടുക്കാം. റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം തവി കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വിടണം. അപ്പോഴാണ് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് നമുക്ക് റൈസ് കിട്ടുകയുള്ളൂ. ഇനി ഇത് അടച്ചു വെക്കരുത്. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊങ്ങി പുറത്ത് വരും കേട്ടോ. ഇനി അല്പം നേരം കഴിഞ്ഞാൽ പത വരും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം. മൺചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. ഇതുപോലെ മൺചട്ടിയിലൊക്കെ റൈസ് കുക്ക് ചെയ്യുമ്പോൾ വെച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോവാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ 7 മിനിറ്റ് തന്നെയല്ലേ, അത് അടുത്ത് തന്നെ നിന്ന് റെഡിയാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. റൈസ് നല്ല നീളം വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് 7 മിനിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നന്നായിട്ടിത് തിളച്ച് മറിഞ്ഞ് റെഡിയാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 7 മിനിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാ ഇതുപോലെ ഒന്ന് പൊട്ടിക്കുമ്പോൾ മുറിഞ്ഞ് വരുന്നുണ്ട്. ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സമയത്ത് തന്നെ അരി ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചോളൂ കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷെ ഞാനിതിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ 10 മിനിറ്റ് വരെയും കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റൈസ് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇവിടെ എല്ലാവർക്കും ബാസ്മതി റൈസ് ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആവണം കേട്ടോ, എന്നാലാണ് കഴിക്കാൻ ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ച് അധികം സമയം ഞാൻ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. കുറച്ചധികം സമയം കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ മൺചട്ടിയിൽ കുക്ക് ചെയ്യുന്നത്. 3 മിനിറ്റ് എക്സ്ട്രാ കുക്ക് ചെയ്തത് കൊണ്ട് അരി വിരികയോ അല്ലാതെ മുറിയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവസാനം കാണിച്ചു തരാം. ഇവിടെ ഇതുപോലെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ 10 മിനിറ്റ് കുക്ക് ചെയ്തത്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ 7 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. പിന്നെ ബിരിയാണിയൊക്കെ ആകുമ്പോൾ 7 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ റൈസ് കിട്ടും. അരി മുഴുവനും ഇതുപോലൊന്ന് വാർത്തെടുത്തതിന് ശേഷം ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തണിയാൻ അനുവദിക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴല്ലേ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കിട്ടുന്നത്. മോൾക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് കേട്ടോ. അവൾ പുറത്ത് ഹോട്ടലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതലും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്ത് കഴിക്കുക. പക്ഷെ അവൾക്ക് ഹോട്ടലിൽ കഴിക്കുന്നത് ഇഷ്ടമല്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാസ്മതി റൈസ് ആകുമ്പോൾ അവൾക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവണം. പിന്നെ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കുറച്ചധികം ഓയിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അധികം ഓയിൽ ചേർക്കുന്നതും ഇവിടെ
കുട്ടികൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ മൺചട്ടിയിൽ ഫ്രൈഡ് റൈസിനും ബിരിയാണിക്കൊക്കെ റൈസ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. ബാസ്മതി റൈസ് കുക്ക് ചെയ്തിട്ട് ഫ്ലോപ്പായവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് റൈസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഞാനിതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മുഴുവനായിട്ടും ബട്ടർ ചേർത്ത് കൊടുത്തിട്ടാണ് റെഡിയാക്കുന്നത്. ഇതിപ്പോൾ ബട്ടറിൻ്റെ അളവും ഞാൻ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നിങ്ങൾ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഓയിലോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുത്തോളൂ. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. കാരണം നമ്മൾ ബട്ടറല്ല ചേർത്തിരിക്കുന്നത്, പെട്ടെന്ന് കളറ് മാറും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് സ്പ്രിംഗ് അണിയൻ്റെ അടിയിലുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നത്. അല്പം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇനി നമ്മൾ സോയ സോസൊക്കെ ഒഴിക്കുമല്ലോ, അതുകൊണ്ട്. ബീൻസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിന് സോയ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തോളൂ. ഈ സമയത്ത് ഞാനിപ്പോൾ ചേർക്കാൻ വിട്ടുപോയിട്ടോ, അല്പം കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമുക്ക് ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കാം. റെഡ്, യെല്ലോ, ഗ്രീൻ 3 കളറിലുള്ള ബെൽ പെപ്പറും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഫുൾ ഫ്ലെയിമിൽ മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒരു പാനിൻ്റെ ഒരു ഭാഗത്തിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തന്നെ അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എഗ്ഗ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കാനുണ്ട്. ഞാൻ ഈ സമയത്ത് ഏകദേശം 1 ടേബിൾ സ്പൂണും കൂടെ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. 3 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ 4 or 5 മുട്ട യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 3 ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലോട്ട് അല്പം സോയ സോസും വൈറ്റ് പെപ്പർ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് എഗ്ഗ് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കണം. ഈ സമയത്താണ് കേട്ടോ ഞാൻ വെജിറ്റബിൾസിനും ഉള്ള പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തത്. മുട്ട ആദ്യം തന്നെ നന്നായിട്ട് ചിക്കി കൊടുക്കരുത്. അല്പം വെന്തതിന് ശേഷം ഇതുപോലൊന്ന് ചിക്കി കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതിയാവും. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത്. പല കളർ പച്ചക്കറികളും വൈറ്റ് എഗ്ഗും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നേരിട്ട് കാണാൻ. അപ്പോൾ എഗ്ഗ് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് വെജിറ്റബിൾസും എഗ്ഗും എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതെല്ലാം കമ്പൈനാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് 3-4 തവണയാക്കിയിട്ട് റൈസ് മിക്സ് ചെയ്തെടുത്താൽ നല്ലതാണ് കേട്ടോ. ഒന്നുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റൈസ് കിട്ടും. ഇത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. റൈസ് കണ്ടോ എണീറ്റ് ഇങ്ങനെ നിൽക്കുന്നത്. ഇതുപോലെ റൈസ് നിന്ന് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി നമുക്ക് റൈസും വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ ആദ്യം അല്പം ചേർത്തതിന് ശേഷം
പിന്നീടാണ് കേട്ടോ ഏതായാലും കുറച്ച് അധികമുണ്ട്, ഞാൻ 2 തവണയാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് പച്ചക്കറി വഴറ്റിയതുണ്ടല്ലോ അല്പം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പച്ചക്കറി വഴറ്റി വെച്ചതിന് ശേഷം 3-4 തവണയായിട്ട് റൈസ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതാണ്. ആദ്യം കയ്യിൽ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്യുമ്പോഴാണ് കേട്ടോ പൊട്ടാതെ നന്നായിട്ട് കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഫസ്റ്റ് ബാച്ച് റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് കുറച്ചുകൂടെ ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാനല്ലേ, അതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല. ബട്ടറും വെജിറ്റബിൾസും എഗ്ഗും എല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്തോളൂ, സോസുകളും. അപ്പോൾ സെക്കൻഡ് ബാച്ചും ഞാൻ റെഡിയാക്കി കഴിഞ്ഞിട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്യാണ്. ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടാണ് ഇത് കുറച്ച് നേരം അടച്ച് വെക്കുന്നത്. ഇനി ഇത് വിളമ്പുന്ന സമയത്ത് അല്പം സ്പ്രിംഗ് ഒണിയൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു. അതായത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസ് പോലെയല്ല കേട്ടോ. റൈസ് അല്പം കൂടെ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. ഓയിലും ബട്ടറൊക്കെ കുറച്ച് കുറവായിട്ടാണ് ചേർത്തിട്ടുള്ളത്. മാത്രമല്ല സോസും അല്പം കുറവായിട്ടാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഹെൽത്തി ഫ്രൈഡ് റൈസ് എന്നും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 7 മിനിറ്റ് ആകുമ്പോൾ റൈസ് ഡ്രെയിൻ ചെയ്തെടുത്താൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ 10 മിനിറ്റ് കുക്ക് ചെയ്തപ്പോഴും റൈസ് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും പൊടിഞ്ഞു പോവില്ല. അഥവാ നിങ്ങൾക്ക് റൈസ് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. ഇനി നിങ്ങൾ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാസ്മതി റൈസ് ഇതുപോലൊന്ന് മൺചട്ടിയിൽ കുക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ഉറപ്പ് തരികയാണ് കേട്ടോ, നിങ്ങൾക്ക് 100% പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ മക്കൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അല്പം കൂടെ വേവിച്ചിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. പ്രത്യേകിച്ചും ഈ നോമ്പ് സമയത്ത് അല്പം നേരം കൂടുതൽ കുക്ക് ചെയ്താലും ഒരുപാട് വ്യത്യാസമൊന്നും റൈസിന് വരുന്നില്ല എന്ന് കാണിക്കാനാണ് കേട്ടോ. ഞാൻ എങ്ങനെയാണോ മക്കൾക്ക് കുക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കാരണം. പിന്നെന്താ, എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.